അസ്സലാമു അലൈക്കും. ഭാഗം 6. ജൽദർശിനി സൽത്തനത്ത് ഉസ്മാനിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി. ബനു ദദാൻ, ബനു മന്തഷ എന്നിവരുടെ വിജയങ്ങളുടെ ഫലമായി ഉസ്മാനിയൻ തുർക്കികൾ ഏജിയൻ കടലിന്റെ തീരത്തെത്തി. അവിടെ നിന്നാണ് ഉസ്മാനിയൻ നാവികശക്തിയുടെ ആരംഭം. 792 ഹിജ്റി, അതായത് 1390 ക്രിസ്താബ്ദം, 60 കപ്പലുകളുള്ള ആദ്യ ഉസ്മാനിയൻ പട കിയൂസ് ദ്വീപിനെ ആക്രമിച്ചു. അതിനുശേഷം സുൽത്താൻ ബാ യാസിദ് സരാല ആക്രമിച്ചു. ഈ നഗരം യെരുശലേമിലെ മുബാറത്ത് ജാനിന്റെ അധീനതയിലായിരുന്നു. പക്ഷേ നാവികശക്തിയുടെ അപര്യാപ്തത കാരണം സുൽത്താൻ ബാ യാസിദിന് 6 ആഴ്ചകൾക്ക് ശേഷം സ്വരനയുടെ ഉപരോധം ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ പ്രാഥമിക വിജയങ്ങൾക്ക് ശേഷം സുൽത്താൻ ബാ യാസിദ് മാർച്ചിൽ ബനു ഹമീദ് ഗോത്രത്തിലേക്ക് മുന്നേറി. ഈ വാർത്ത കാരാമാൻ ഗോത്രത്തിന്റെ നേതാവ് ഇബ്രാഹിമിന് ലഭിച്ചപ്പോൾ തന്റെ ബാക്കിയുള്ള തുർക്ക് സഖ്യകക്ഷികൾ നശിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ ഖാസി ബഹാവുദ്ദീനും ദാദായും തുർക്ക് ഗോത്രം എന്നിവരല്ലാതെ മറ്റാരും ബാക്കിയില്ല. ബനു ഹമീദിനെ സുൽത്താൻ ബാ യാസിദ് കീഴടക്കിയാൽ അടുത്ത ഊഴം ഖാരാമാൻ ഗോത്രത്തിൻ്റെതായിരിക്കുമെന്നും അദ്ദേഹത്തിനറിയാനായിരുന്നു. അതിനാൽ സുൽത്താൻ ബാ യാസിദ് വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം തന്റെ അതിർത്തി സൈന്യത്തെ ഉടൻ തന്നെ ബനു ഹമീദ് ഗോത്രത്തെ സഹായിക്കാൻ അയച്ചു. അധികം വൈകാതെ അദ്ദേഹം ബനു ഹമീദ് ഗോത്രത്തിന്റെ പ്രവിശ്യയായ ഹാമിദിൽ കാലെടുത്തു വെച്ചു. അവിടെ ഉസ്മാനികൾക്കെതിരെ ഒരു തുർക്കി പടയാളിയും വാളെടുത്തില്ല. ഈ ഗോത്രവും മറ്റു തുർക്ക് ഗോത്രങ്ങളെപ്പോലെ ഉസ്മാനികൾക്ക് കീഴടങ്ങി. ഈ വിജയത്തിനുശേഷം സുൽത്താൻ ബാ യാസിദ് തന്റെ മകൻ ഈസാ ജലബിയെ അവിടത്തെ ഗവർണറായി നിയമിച്ചു. അങ്ങനെ സുൽത്താൻ ബാ യാസിദ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് സാറൂഖാൻ, ഗർമിയാൻ, ബനു ദധാൻ, ബനു മന്തഷ, ബനു ഹമീദ് എന്നീ രാജ്യങ്ങളെ നശിപ്പിക്കുകയും അവയുടെ ഭൂമികൾ ഉസ്മാനിയൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി അടുത്തത് കാരമാനികളുടെ ഊഴമായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ അനാഥോലിയയിലെ തുർക്കികളെ ആദ്യം ഉസ്മാനികൾക്കെതിരെ പ്രേരിപ്പിച്ചത് ബനു കാരമാനികളായിരുന്നു. അതുകൊണ്ടാണ് ബനു ഹമീദിനെ കീഴടക്കിയ ശേഷം സുൽത്താൻ ബാ യാസിദ് വേഗത്തിൽ കാരമാനികൾക്ക് നേരെ മുന്നേറിയത്. ഉസ്മാനികൾ അനാഥോലിയയിലെ കാരമാൻ ഗോത്രത്തിലേക്ക് മുന്നേറിയപ്പോൾ അനാഥോലിയയിൽ കാരമാൻ ഗോത്രത്തിന് 2 സഖ്യകക്ഷികൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇതിലൊരാൾ ഖാസി ബഹാവുദ്ദീനും മറ്റേയാൾ സുലൈമാൻ ദൊം എന്ന നേതാവിന്റെ കീഴിലുള്ള ബനു ജാൻധാരുമായിരുന്നു. അദ്ദേഹം ഉസ്മാനികളുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് മറ്റു വിമത തുർക്കി ഗോത്രങ്ങളുമായി സഖ്യം സ്ഥാപിച്ചു. വളരെ വേഗത്തിൽ ഉസ്മാനിയൻ സൈന്യം ഖാരാമാൻ ഗോത്രത്തിന്റെ തലസ്ഥാനമായ കോനിയ ഉപരോധിച്ചു. ഈ ഉപരോധം വളരെ കാലം തുടർന്നു. അവസാനം ഉപരോധം സഹിക്കവയ്യാതെ ഖാരാമാൻ ഗോത്ര നേതാവ് അലാവുദ്ദീൻ സുൽത്താൻ ബാ യാസിദിന്റെ ഭരണം അംഗീകരിച്ച് കരുണയ്ക്കയാചിച്ചു. ഈ സമയം സുൽത്താൻ ബാ യാസിദിന്റെ ചാരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഖാസി ബഹാവുദ്ദീന്റെയും സുലൈമാൻ ബേയുടെയും സൈന്യം കോനിയ നഗരത്തിന് സമീപം എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അതിനാൽ സുൽത്താൻ തന്റെ സേനാനായകന്മാരുടെ നിർദ്ദേശപ്രകാരം ഉപരോധം അവസാനിപ്പിക്കാനും ചർച്ചകൾ നടത്താനും തീരുമാനിച്ചു. അങ്ങനെ സുൽത്താൻ കാരമാൻ ഗോത്ര നേതാവിന് മാപ്പ് നൽകി. കാരമാൻ ഗോത്രനേതാവ് അലാവുദ്ദീൻ തന്റെ ഒരു ഭാഗം ഭൂമി, അതിൽ ആഗ് നഗരവും ഉൾപ്പെടുന്നതാണ് സുൽത്താൻ ബായാസിദിന് നൽകി അദ്ദേഹവുമായി സന്ധി ചെയ്തു. ഇപ്പോൾ അനാഥോലിയയിൽ ഈ വിജയങ്ങൾ നടന്ന് 2 വർഷം പിന്നിട്ടിരുന്നു. ഈ നിരന്തര യുദ്ധങ്ങൾ കാരണം ഉസ്മാനിയൻ സൈന്യം വളരെയധികം ക്ഷീണിതരായിരുന്നു. അതിനാൽ ഈ വർഷം ബാക്കിയുള്ള സൈനിക ദൗത്യങ്ങൾ മാറ്റിവെച്ച് സുൽത്താൻ ബാ യാസിദ് തന്റെ സൈന്യത്തോടൊപ്പം ബുർസ നഗരത്തിലേക്ക് മടങ്ങി. അനാഥോലിയയിലെ തുർക്ക് രാജ്യങ്ങളെ കീഴടക്കിയ ശേഷം സുൽത്താൻ ബാ യാസിദ് ഡാർഡനിൽസ് കടലെടുക്ക് ഇടക്ക് നടന്ന് യദിന്നെ നഗരത്തിലേക്ക് പോയി. ഈ സമയത്ത് റോമൻ ചക്രവർത്തി ജോൺ 5 പാലയോലോഗസ് കൊസ്താന്തിനിയിലെ 3 പള്ളികൾ പൊളിച്ചുമാറ്റിയിരുന്നു. അവയുടെ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയ കോട്ടകൾ നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ സുൽത്താൻ ബാ യാസിദ് റോമൻ ചക്രവർത്തിയെ ഈ നീക്കത്തിൽ നിന്ന് നിർബന്ധമായും പിന്തിരിപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജോൺ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ മാനുവൽ കുറച്ചുകാലമായി സുൽത്താൻ ബാ യാസിദിന്റെ ദർബാറിലുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ മരണവാർത്തയറിഞ്ഞ് രഹസ്യമായി കൊസ്റ്റാന്റിനയിലേക്ക് ഓടിപ്പോയി. തന്റെ പിതാവിന്റെ പിൻഗാമി എന്ന നിലയിൽ അദ്ദേഹം ചക്രവർത്തിയായി. ഇക്കാര്യം സുൽത്താൻ ബാ യാസിദിന് വളരെ അനിഷ്ടമായി. അദ്ദേഹം കൊസ്താന്തിനയിലെ ഉപരോധിച്ചു. അങ്ങനെ 7 മാസത്തോളം ഉപരോധിച്ചു. ഈ സമയത്ത് സുൽത്താൻ ബാ യാസിദ് കൊസ്താന്തിനെ ഉപരോധിച്ചിരിക്കുമ്പോൾ യൂറോപ്യൻ അതിർത്തികളിൽ നിന്ന് അദ്ദേഹത്തിന് അസുഖകരമായൊരു വാർത്ത ലഭിച്ചു. ബൾഗേറിയയിൽ ഹംഗറിയിലെ ചക്രവർത്തി സിജ്മന്റ് ഉസ്മാനിയൻ അതിർത്തി ആക്രമിച്ചിരുന്നു. ക്രിസ്ത്യാനി സൈന്യം നിരവധി ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിച്ച് സിസ്ട്രിക്ക് സമീപമെത്തിയിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ സുൽത്താൻ ബാ യാസിദ് അതീവ കോപിഷ്ഠനായി. അദ്ദേഹം ഉടൻ തന്നെ കൊസ്റ്റാന്തിനിലെ ഉപരോധം ഒരു ഉപരോധമായി മാറ്റുകയും തന്റെ സൈന്യത്തോടൊപ്പം ആ സൈന്യത്തെ നേരിടാൻ പുറകുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം തന്റെ യൂറോപ്യൻ റെയ്ഡ് സ്ക്വാഡുകൾക്കും ആക്രമിക്കാൻ ഉത്തരവിട്ടു. സുൽത്താൻ ബാ യാസിദിന്റെ ജൽദർശനി സൈന്യത്തിനെതിരെ ആദ്യം ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചു.
പക്ഷേ സുൽത്താൻ കേന്ദ്ര സൈന്യത്തോടൊപ്പം അവിടെ എത്തിയപ്പോൾ അവർക്ക് നിർബന്ധമായും ഉസ്മാനികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഈ യുദ്ധത്തിൽ സുൽത്താൻ ബായാസിദിന് വലിയ വിജയം ലഭിച്ചു. അങ്ങനെ മെർച്ചിയുടെ സൈന്യം ചിതറുകയും മെർച്ചിയെ ജീവനോടെ പിടിച്ച് സുൽത്താൻ ബായാസിദിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. സുൽത്താൻ ബായാസിദ് അദ്ദേഹത്തെ ബുർസയിലെ കോട്ടയുടെ തടവുകരയിൽ അടയ്ക്കുകയും അവിടെ അദ്ദേഹം കുറച്ചുകാലം ഉസ്മാനികളുടെ തടവിൽ കഴിയുകയും ചെയ്തു. അവസാനം അദ്ദേഹം ഉസ്മാനികൾക്ക് നികുതി നൽകാൻ സമ്മതിച്ചു. കൂടാതെ ഹംഗറിക്കെതിരെ ഉസ്മാനികളെ സൈനികമായി സഹായിക്കാനും സൈനിക വിഭാഗങ്ങൾ നൽകുമെന്നും സുൽത്താൻ ബായാസിദുമായി കരാറുണ്ടാക്കി. അതിനുശേഷം സുൽത്താൻ ബായാസിദ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ച് തിരികെ പോകാൻ അനുവദിച്ചു. ഈ പ്രാഥമിക വിജയത്തിനു ശേഷം സുൽത്താൻ തന്റെ റെയ്ഡ് സ്ക്വാഡുകളെ 2 ഭാഗങ്ങളായി തിരിച്ച് ഒന്നിനെ ഹംഗറിയിലേക്കും മറ്റേതിനെ ബോസ്നിയയിലേക്കും പോകാൻ ഉത്തരവിട്ടു. സുൽത്താൻ തന്നെ കേന്ദ്ര സൈന്യത്തോടൊപ്പം കൊസ്താന്തിനിയയിലേക്ക് മടങ്ങി. ഇവിടെ ഉസ്മാനികളുടെ ഉപരോധം സഹിക്കവയ്യാതെ കൊസ്താന്തിനിയയിലെ ബിലർ ചക്രവർത്തി നിർബന്ധപൂർവം സുൽത്താൻ ബായാസിദുമായി സന്ധി ചെയ്തു. അങ്ങനെ 10 വർഷത്തേക്ക് സന്ധി ഉറപ്പിച്ച് ഉപരോധം പിൻവലിച്ചു. സന്ധിയുടെ വ്യവസ്ഥകൾ വളരെ കർശനമായിരുന്നു. ഒന്നാമത്തെ വ്യവസ്ഥ വാർഷിക കപ്പം 3000 സ്വർണ്ണ നാണയങ്ങളായിരിക്കും. രണ്ടാമത്തെ പ്രധാന വ്യവസ്ഥ കൊസ്താന്തിനിയയിൽ മുസ്ലിങ്ങൾക്കായി ഒരു ശരീയത്ത് കോടതി സ്ഥാപിക്കും. അതിൽ സുൽത്താൻ ബായാസിദ് ഒരു തുർക്ക് ഖാസിയെ നിയമിച്ചു. കൂടാതെ കിഴക്കൻ പള്ളികളുടെ ഈ കേന്ദ്രത്തിൽ ഒരു വലിയ മസ്ജിദും നിർമ്മിച്ചു. അതിന്റെ മിനാരങ്ങളിൽ നിന്ന് തൗഹീദിന്റെ വിളികൾ മുഴങ്ങാൻ തുടങ്ങി. ഒരു ഇംഗ്ലീഷ് ചരിത്രകാരൻ എഴുതുന്നത്, മാനുവൽ ചക്രവർത്തി നഗരത്തിലെ 700 വീടുകൾ മുസ്ലിങ്ങൾക്ക് നൽകിയെന്നും ഗലാട്ടയുടെ പകുതി ഭാഗം ബായാസിദിന് കൈമാറിയെന്നും അതിലദ്ദേഹം 6000 ഉസ്മാനിയൻ സൈന്യത്തെ വിന്യസിച്ചുവെന്നും പറയുന്നു. നഗരത്തിന് പുറത്തുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറിത്തോട്ടങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ പകുതി വരുമാനം സമാധാന ഉടമ്പടി പ്രകാരം ഉസ്മാനിയൻ ഖജനാവിലേക്ക് നൽകി. ഈ സമയത്ത് മുതലാണ് ഉസ്മാനികൾ കൊസ്താന്തിനിയയെ ഇസ്താംബൂൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ സമയത്ത് മർച്ചായെ ബൂർസയിൽ തടവിലാക്കിയപ്പോൾ ഉസ്മാനിയൻ ഭൂമി പിടിച്ചെടുക്കുന്നതിനു മുമ്പ് അദ്ദേഹം ചാന്താർ ഗോത്രത്തിന്റെ നേതാവ് സുലൈമാൻ ബെയ്യുമായി സഖ്യമുണ്ടാക്കിയിരുന്നു എന്ന വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചു. ചാന്താർ ഗോത്രത്തിന്റെ നേതാവ് സുലൈമാൻ ബെയ് ആദ്യം ഉസ്മാനികളുടെ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം സഖ്യം അവസാനിപ്പിച്ച് അനാത്തോലിയയിലെ മറ്റു തുർക്ക് ഗോത്രങ്ങളുമായി സഖ്യമുണ്ടാക്കി. അനാത്തോലിയയിലെ ആദ്യ സൈനിക നീക്കത്തിൽ സുൽത്താൻ ബായാസിദ് ചാന്താർ ഗോത്രത്തെയും ആക്രമിച്ച് ഉസ്മാനിയൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി തന്റെ സൈന്യം യുദ്ധത്തിൽ വ്യാപൃതരായിരുന്നതിനാൽ അവർക്ക് വിശ്രമം നൽകാൻ അദ്ദേഹം ബൂർസ നഗരത്തിലേക്ക് മടങ്ങി. ഈ സമയത്ത് ചാന്താർ ഗോത്രത്തിന്റെ നേതാവ് സുലൈമാൻ ബേ ഒരു ദിവസം ഉസ്മാനികൾ തന്റെ ഗോത്രത്തെ ആക്രമിക്കുമെന്നറിയാമായിരുന്നതിനാൽ അദ്ദേഹം സിവാസ് ഭരണാധികാരി ഖാസി ബുർഹാനുദ്ദീനുമായി സഖ്യമുണ്ടാക്കി. അങ്ങനെ ചാന്താർ ഗോത്രത്തിന്റെ തലസ്ഥാനമായ കസ്തോമോണി ഉസ്മാനികളുടെ എതിരാളികളാൽ നിറഞ്ഞിരുന്നു. 1392 ക്രിസ്താബ്ദത്തിൽ ശൈത്യകാലം വകവയ്ക്കാതെ ബായാസിദ് തന്റെ സൈന്യവുമായി ബൂർസ നഗരത്തിൽ നിന്നും പുറപ്പെട്ടു. ഉസ്മാനികൾ വരുന്നു എന്ന വാർത്ത സുലൈമാൻ ബേക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഒരു ദൂതനെ ഖാസി ബുർഹാനുദ്ദീന്റെ അടുത്തേക്കയച്ച് തന്റെ സൈന്യവുമായി സുലൈമാൻ ബെയ്യെ സഹായിക്കാൻ എത്താൻ. എന്നാൽ ഖാസി ബുർഹാനുദ്ദീൻ തന്റെ സൈന്യവുമായി തന്റെ സഖ്യകക്ഷിയെ സഹായിക്കാനെത്തുന്നതിനു മുമ്പ് ബായാസിദ് അതിവേഗത്തിൽ കസ്തോമോണിയിൽ എത്തുകയും നഗരം ഉപരോധിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം കസ്തോമോണി നഗരവാസികൾ ഉപരോധം സഹിക്കവയ്യാതെ ഉസ്മാനികളുടെ മുന്നിൽ കീഴടങ്ങി. അങ്ങനെ ചാന്താർ ഗോത്രവും ഉസ്മാനിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. സുൽത്താൻ ബായാസിദ് ചാന്താർ ഗോത്രത്തിന്റെ നേതാവ് സുലൈമാൻ ബെയ്യെ തൂക്കിലേറ്റി. സുൽത്താൻ ബായാസിദ് ചാന്താർ ഗോത്രത്തിന്റെ വിജയങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഹംഗറിയിലെ സിഗിസ്മണ്ട് ചക്രവർത്തിയുടെ ഒരു ദൂതൻ സുൽത്താന്റെ അടുത്തെത്തി. അദ്ദേഹം തന്റെ രാജാവിന്റെ സന്ദേശം വായിച്ചുകൊണ്ട് സുൽത്താൻ ബായാസിദിന് മുന്നറിയിപ്പ് നൽകി. ബാൾക്കൻ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമാണെന്നും ഉസ്മാനികൾക്ക് അവിടെ ഒരു അവകാശവുമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ബൾഗേറിയൻ കാര്യങ്ങളിൽ ഉസ്മാനികൾ മാറി നിൽക്കണമെന്നും അദ്ദേഹം തന്റെ ചക്രവർത്തിയുടെ സന്ദേശം അറിയിച്ചു. സുൽത്താൻ ബായാസിദ് ഇതിന് മറുപടി പറഞ്ഞത് തന്റെ കൈയിലുണ്ടായിരുന്ന വാള് കാണിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഹംഗേറിയയിലെ സിഗിസ്മണ്ട് ചക്രവർത്തി ബൾഗേറിയയെ ഉസ്മാനികളിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഹംഗേറിയയിലെ സിഗിസ്മണ്ട് ചക്രവർത്തി തന്റെ സൈന്യവുമായി ബൾഗേറിയയെ ഉസ്മാനികളിൽ നിന്നും പിടിച്ചെടുക്കാൻ പുറപ്പെട്ട സമയത്ത് സുൽത്താൻ ബായാസിദിന് വാർത്ത ലഭിച്ചു. ഹംഗറിയയെ സിഗിസ്മണ്ട് ചക്രവർത്തി നിക്കോപോലിസ് കോട്ട ഉപരോധിച്ച് എല്ലാ തുർക്ക് സൈനികരെയും കൊന്നൊടുക്കിയതായി.
ഈ വാർത്ത കേട്ടപ്പോൾ സുൽത്താൻ ബായാസീദ് തന്റെ മൂത്ത മകൻ ഷഹ്സാദ എർത്തുഗുലിനെ അനാത്തോലിയൻ സൈന്യത്തിന്റെ കമാൻഡറാക്കി ബാക്കിയുള്ള സൈന്യവുമായി ഹംഗേറിയിലേക്ക് മുന്നേറി. സുൽത്താൻ ബായാസീദ് യൂറോപ്പിലേക്ക് പോയപ്പോൾ കാസി ബുർഹാനുദ്ദീൻ ഈ അവസരം മുതലാക്കി തന്റെ സൈന്യവുമായി ഉസ്മാനിയൻ അതിർത്തിക്ക് സമീപമെത്തി. ഇപ്പോൾ അനാത്തോലിയയിൽ സുൽത്താന്റെ പ്രതിനിധിയായിരുന്ന ഷഹ്സാദ എർത്തുഗുൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സൈന്യവുമായി ഗാസി ബുർഹാനുദ്ദീനെ ആക്രമിച്ചു. അങ്ങനെ 2 തുർക്ക് ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. അത് 3 ദിവസത്തോളം നീണ്ടുനിന്നു. ഈ യുദ്ധത്തിൽ ബുർഹാനികളുടെ കൈകളാൽ ഉസ്മാനിയൻ ഷഹ്സാദ എർത്തുഗുൽ കൊല്ലപ്പെട്ടു. ഈ ചെറിയ വിജയം അനാത്തോലിയയിൽ ഗാസി ബുർഹാനുദ്ദീന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ വാർത്ത സുൽത്താൻ ബായാസീദിന് ലഭിച്ചാൽ അദ്ദേഹം ഇതിന് പകരം വീട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻപ് ബായാസീദ് എത്തുന്നതിനു മുൻപ് അദ്ദേഹം തന്റെ സൈന്യത്തെ ആങ്ഖോറയും മറ്റു ഉസ്മാനിയൻ നഗരങ്ങളും കൊള്ളയടിക്കാൻ അയച്ചു. ഈ നഗരങ്ങളെ ബുർഹാനിയൻ സൈന്യം കൊള്ളയടിച്ചു നശിപ്പിച്ചു. ഇവിടെ യൂറോപ്പിൽ ഹംഗറിയിലെ സിഗ്സ്മണ്ട് ചക്രവർത്തിക്ക് ബായാസീദ് വലിയൊരു സൈന്യവുമായി തന്റെ നേരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തന്റെ സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ടു. കോട്ട ഉപേക്ഷിച്ച് ഹംഗേറിയൻ സൈന്യം ഹംഗേറിയിലേക്ക് മടങ്ങി. ഇവിടെ സുൽത്താൻ ബായാസീദ് ദ്രുതഗതിയിൽ ഹംഗേറിയിലെത്തി. ഹംഗേറിയൻ സൈന്യം പിന്നോട്ടുപോയി എന്ന് കണ്ടപ്പോൾ സുൽത്താൻ ബായാസീദ് കൊസ്താന്തിനിയയിലേക്ക് മടങ്ങിയെത്തി. വഴിക്ക് ഗാസി ബുർഹാനുദ്ദീൻ ഗോത്രത്തിന്റെ നേതാവിനാൽ തന്റെ മൂത്തമകൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നും ബുർഹാനിയൻ ഗോത്രം ഉസ്മാനിയൻ പട്ടണങ്ങളും ഗ്രാമങ്ങളും കൊള്ളയടിച്ചെന്നുമുള്ള വാർത്തകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ 2 വാർത്തകളും സുൽത്താൻ ബായാസീദിനെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. തന്റെ മൂത്ത മകന്റെ മരണത്തിന് പകരം വീട്ടാൻ അദ്ദേഹം ഉടൻ തന്നെ തന്റെ സൈന്യവുമായി അനാദോലിയയിലേക്ക് പോയി. എന്നാൽ അനാദോലിയയിലെത്തിയപ്പോൾ കാരാമാൻ, ബുർഹാൻ ഗോത്രങ്ങൾ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവർ പരസ്പരം യുദ്ധം ചെയ്യുകയാണെന്ന് സുൽത്താന് മനസ്സിലായി. അതിനാൽ സുൽത്താൻ വിവേകത്തോടെ ഈ ഗോത്രങ്ങളെ പരസ്പരം പോരാടാൻ അനുവദിച്ചു. അദ്ദേഹം തന്നെ തിരികെ കൊസ്താന്തിനിയയിലേക്ക് തിരിച്ചു. കൊസ്താന്തിനിയയിലെ ബീലർ ചക്രവർത്തി മുമ്പുണ്ടാക്കിയ സന്ധിയുടെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലായിരുന്നു. കൂടാതെ അദ്ദേഹം ഫ്രഞ്ചുകാരിൽ നിന്ന് സൈനിക സഹായം വാങ്ങി തന്റെ നഗരത്തെ പ്രതിരോധിക്കുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ 1395 ക്രിസ്താബ്ദത്തിൽ സുൽത്താൻ ബായാസിദ് ഇസ്താംബൂളിന്റെ 2ാമത്തെ ഉപരോധത്തിന് ഉത്തരവിട്ടു. വേനൽക്കാലത്ത് ഉപരോധം തുടർന്നപ്പോൾ സുൽത്താൻ ബായാസിദ് റോമാക്കാരെ സഹായിച്ചിരുന്ന ഗ്രീക്ക് നഗരങ്ങളെ ആക്രമിച്ചു. ഗ്രീക്ക് പര്യടനം പൂർത്തിയാക്കിയ ശേഷം 1396 ക്രിസ്താബ്ദത്തിലെ വസന്തകാലത്ത് സുൽത്താൻ ബാക്കിയുള്ള സൈന്യവുമായി ഉപരോധത്തിൽ ചേർന്നപ്പോൾ ഉപരോധത്തിന്റെ തീവ്രത വർദ്ധിച്ചു. റോമൻ ചക്രവർത്തി ഉസ്മാനികളുടെ മുന്നിൽ കീഴടങ്ങി തന്നെ നഗരത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ബാൽക്കണിൽ ഉസ്മാനികൾക്കെതിരെ വലിയൊരു കുരിശുയുദ്ധ സഖ്യം മുന്നോട്ടു വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് വാർത്ത ലഭിച്ചു. ഇതിൽ വിശുദ്ധ റോമാ സാമ്രാജ്യം, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഹംഗറി, പോളണ്ട് രാജ്യം, വെനീസ് റിപ്പബ്ലിക്, ജനോവ റിപ്പബ്ലിക്, കാസ്റ്റിൽ, ക്രൊയേഷ്യ, നൈറ്റ്സ് ഹോസ്പിറ്റലേഴ്സ്, ബൾഗേറിയക്കാർ എന്നിവരുൾപ്പെടുന്നു. ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം ഒരു പുതിയ കുരിശുയുദ്ധ സഖ്യമുണ്ടാക്കി ഉസ്മാനിയൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജാന്തർ ഗോത്രത്തിന്റെ വിജയത്തിനു ശേഷം അനാതോലിയയിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടിരുന്നു. 1394 ക്രിസ്താബ്ദത്തിന്റെ അവസാനത്തിൽ സുൽത്താൻ ബായാസിദ് കൊസ്താന്തിനിയ ഉപരോധിച്ചു. ഈ സമയത്ത് സുൽത്താൻ ബായാസിദ് ചില നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിനെതിരെ കുരിശുയുദ്ധ സഖ്യം രൂപം കൊണ്ടു. നമ്മൾ സുൽത്താൻ ബായാസിദ് ജൽദർശനി നടത്തിയ യുദ്ധങ്ങളെയും ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവിനെക്കുറിച്ചും പരിശോധിക്കും. അദ്ദേഹം സുൽത്താൻ ബായാസിദിന് കടുത്ത പ്രതിരോധം സൃഷ്ടിക്കുകയും യൂറോപ്പിൽ നിന്ന് ഉസ്മാനികളെ പുറത്താക്കാൻ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും കത്തയക്കുകയും അവരെ കുരിശുയുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. 1394 ക്രിസ്താബ്ദത്തിൽ സുൽത്താൻ ബായാസിദ് കൊസ്താന്തിനിയ ഉപരോധിച്ചപ്പോൾ ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവ് ലോകത്തെ രക്ഷിക്കാൻ ഒരു കുരിശുയുദ്ധ സഖ്യം രൂപീകരിക്കാൻ ശ്രമിച്ചു. ഇതിനായി അദ്ദേഹം യൂറോപ്പിലെ വിവിധ രാജാക്കന്മാർക്ക് കത്തയക്കുകയും പോപ്പിനെ ഉസ്മാനികൾക്കെതിരെ ഒരു കുരിശുയുദ്ധം തുടങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ കുരിശുയുദ്ധ സഖ്യത്തിന്റെ വാർത്ത ഉടൻ തന്നെ ഉസ്മാനിയൻ തലസ്ഥാനമായ ഇദിർനയിലെത്തി. ഉപരോധത്തിനിടയിലും സുൽത്താൻ ബായാസിദ് ബാൽക്കണിലെ ഉസ്മാനിയൻ കോട്ടകളുടെ നിർമ്മാണം തുടർന്നു. ഈ സമയത്ത് അനാത്തോലിയയിൽ നിന്ന് പുതിയ തുർക്ക് സൈനികരെ വേഗത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സുൽത്താൻ ബായാസിദ് അശ്രദ്ധനായിരുന്നില്ല. ശത്രു വാളെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വാൾകൊണ്ട് അവരുടെ തലയറക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സുൽത്താൻ ബായാസിദ് സിംഹാസനത്തിൽ കയറിയതിനു ശേഷം വെറും 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് അതുവരെ ഒരു ഉസ്മാനിയൻ സുൽത്താനും ലഭിക്കാത്ത വിജയങ്ങൾ ലഭിച്ചു. ഏകദേശം അനാത്തോലിയ മുഴുവൻ കീഴടക്കപ്പെട്ടു. ബാൽക്കണിലെ എല്ലാ ശത്രുക്കളെയും കീഴടക്കി ഇപ്പോൾ കൊസ്താന്തിനിയ ഉപരോധം തുടരുന്നു.
ഈ കാര്യത്തിൽ സുൽത്താൻ ബായാസിദ് ആദ്യത്തെ ഉസ്മാനിയൻ സുൽത്താനായിരുന്നു കൊസ്താന്തിനിയ ഉപരോധിച്ചതിൽ. അതുകൊണ്ടുതന്നെ വെറുതെയിരിക്കുന്നതിനു പകരം വരാനിരിക്കുന്ന കുരിശുയുദ്ധ സഖ്യത്തെ നേരിടാൻ സുൽത്താൻ ബായാസിദ് സൈനിക തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതിനായി 1394 ക്രിസ്താബ്ദത്തിലെ ശരത്കാലത്ത് അദ്ദേഹം വലാച്ചിയക്കെതിരെ ഒരു സൈനികമേക്കം തുടങ്ങി. 1394 ക്രിസ്താബ്ദത്തിലെ മഴക്കാലത്ത് സുൽത്താൻ നിക്കോപൊളീസിനടുത്തുള്ള ഡാന്യൂബ് നദി കടന്നു. വലാച്ചിയയുടെ തലസ്ഥാനമായ ആർഗസ് പിടിച്ചടക്കാൻ ഉസ്മാനിയൻ സൈന്യം വടക്കോട്ട് നീങ്ങി. ഉസ്മാനിയൻ സുൽത്താൻ ബായാസിദ് ഈ മഴക്കാലത്ത് വലാച്ചിയയിലെ രാജാവ് ഒന്നാമത്തെ മിർസ ഉസ്മാനിയൻ സുൽത്താന്റെ മുന്നിൽ കീഴടങ്ങേയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കരുതി. എന്നാൽ സുൽത്താന്റെ ആദ്യ ആക്രമണങ്ങൾക്ക് വലാച്ചിയിലെ രാജാവിൽ നിന്ന് ഒരു പ്രതികരണവുമില്ലായിരുന്നു. സുൽത്താൻ വനമേഖലയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പ്രാദേശിക ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ഉസ്മാനിയൻ സൈന്യത്തെ നേരിടാൻ വലാച്ചിക്ക് വിഭവങ്ങളോ സൈനിക ശക്തിയോ ഇല്ലെന്ന് സുൽത്താൻ ബായാസിദിന് അറിയാമായിരുന്നു. ഇത് ശരിയായിരുന്നു. പക്ഷേ വലാച്ചിയിലെ രാജാവ് യുദ്ധകളത്തിൽ ഉസ്മാനികളോട് പോരാടുന്നതിന് പകരം ബായാസിദിനെതിരെ ഗറില്ലാ യുദ്ധം തുടങ്ങി. അങ്ങനെ ഒരാഴ്ച മുഴുവൻ മനത്തിലൊളിച്ചിരുന്ന തന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം ഉസ്മാനിയൻ സൈന്യത്തെ ഉപദ്രവിച്ചു. പ്രാഥമികമായി വലിയ നഷ്ടങ്ങൾ സഹിച്ചതിനുശേഷം സുൽത്താൻ ബായാസിദ് തന്റെ ഉസ്മാനിയൻ സൈന്യത്തോട് ആർഗ്യസ് നദിക്കടുത്ത് സൈനിക ക്യാമ്പ് സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. വലാച്ചിയിലെ രാജാവ് ഗറില്ലാ യുദ്ധത്തിൽ മാത്രം ഒതുങ്ങിയില്ല. മറിച്ച് 1394 ഒക്ടോബർ 10 രാത്രി ഉസ്മാനിയൻ സൈനികൾ ഗാഠനിദ്രയിലായിരുന്നപ്പോൾ അദ്ദേഹം അപ്രതീക്ഷിതമായി പതിഞ്ഞിരുന്ന് ആക്രമിച്ചു. ശത്രുവിന്റെ ഈ ആക്രമണം അപ്രതീക്ഷിതവും അവിശ്വസനീയവുമായിരുന്നു. മിർച്ചയുടെ ഈ ആക്രമണത്തിൽ സുൽത്താൻ ബായാസിനും അപരബദ്ധിതന്താഭരം പ്രതരം പ്രജനശ്ചുഗുബുത്താതനം. വലാച്ചിയൻ സൈന്യത്തിന്റെ ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഉസ്മാനികൾ ഭയന്നു. പലപ്പോഴും ഉസ്മാനിയൻ സുൽത്താൻ ബായാസിന്റെ ജീവൻ പോലും കടുത്ത അപകടത്തിലായി. രാത്രി മുഴുവൻ ഉസ്മാനികളും വലാച്ചിയക്കാരും തമ്മിൽ യുദ്ധം തുടർന്നു. അടുത്ത ദിവസം രാവിലെ ഉസ്മാനിയൻ സൈന്യം വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും ആയിരക്കണക്കിന് ഉസ്മാനിയൻ സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും സുൽത്താൻ കണ്ടപ്പോൾ അദ്ദേഹം തന്റെ സൈന്യത്തെ ഒന്നിച്ചുകൂടാൻ ഉത്തരവിട്ടു. തോൽവിക്കു ശേഷം അവർ ഡാന്യൂബ് നദി കടന്ന് തിരികെ ഉസ്മാനിയൻ പ്രദേശങ്ങളിലേക്ക് പോയി. ഇവിടെ ആദ്യമായി ഇടിമിന്നൽ എന്നറിയപ്പെട്ടിരുന്ന ബായാസിദ് ജൽദർശനിക്ക് ക്രിസ്ത്യാനികളുടെ കൈകളിൽ നിന്ന് തോൽവി നേരിടേണ്ടി വന്നു. ഈ പ്രാഥമിക തോൽവിക്കു ശേഷവും സുൽത്താൻ ബായാസിദ് 1395 ക്രിസ്താബ്ദത്തിലെ വസന്തകാലത്ത് വലാച്ചിയെ വീണ്ടും ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഈ സമയത്ത് വരാനിരിക്കുന്ന കുരിശുയുദ്ധത്തിനായി വലാച്ചിയിലെ രാജാവ് മിർച്ച ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവുമായി നേരിട്ട് സഖ്യമുണ്ടാക്കാൻ ട്രാൻസിൽവാനിയയിലേക്ക് യാത്ര ചെയ്തു. അതേസമയം സുൽത്താൻ ബായാസിദ് വലാച്ചിയെ ആക്രമിക്കാൻ ബാൾക്കണിലെ ക്രിസ്ത്യൻ അടിമകളോട് തങ്ങളുടെ സൈന്യവുമായി റാനോറിയിൽ ഒത്തുകൂടാൻ ഉത്തരവിട്ടു. സെർബിയയിലെ വൂക്ക് ബ്രാങ്കോവിച്ച് രാജകുമാരനൊഴികെ എല്ലാവരും ഉസ്മാനിയൻ സുൽത്താന്റെ ഉത്തരവനുസരിച്ച് തങ്ങളുടെ സൈനിക വിഭാഗങ്ങളുമായി സുൽത്താൻ ബായാസിദിന്റെ അടുത്തേക്കെത്തി. ഈ സമയം ഉസ്മാനിയൻ സുൽത്താൻ ബായാസിദ് വലാച്ചിയെ ആക്രമിക്കാൻ പടിഞ്ഞാറുനിന്ന് തന്റെ ഒരു അടിമരാജ്യമായ വഡ്ഡനയിലൂടെ ആക്രമണം നടത്തി. ഈ മുന്നേറ്റത്തിനിടയിൽ ഒരിക്കൽ കൂടി വലാച്ചിയൻ സൈന്യം ഗറില്ല യുദ്ധം തുടങ്ങി. ഉസ്മാനിയൻ സൈന്യം വലാച്ചിയൻ തലസ്ഥാനമായ അർഗേസിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തവണ ഗറില്ല നീക്കത്തിന്റെ ഫലങ്ങൾ മുമ്പത്തെപ്പോലെയായിരുന്നില്ല. കാരണം ഇത്തവണ ഉസ്മാനികളും വലാച്ചിയൻ സൈന്യവും മുഖാമുഖം കണ്ടുമുട്ടേണ്ടതായിരുന്നു. ഇതിനായി വലാച്ചിയിലെ രാജാവ് ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കിയിരുന്നു. കൂടാതെ വലാച്ചിയയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ആളുകളോട് തങ്ങളുടെ ആയുധങ്ങൾ ശേഖരിക്കാനും മുസ്ലിം ആക്രമണകാരികളിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാനും ഉത്തരവിട്ടു. ഉസ്മാനിയൻ സൈന്യം വടക്കോട്ട് നീങ്ങിയപ്പോൾ സുൽത്താൻ വഴിയിലുള്ള പല കോട്ടകളെയും അവഗണിച്ചു. വലാച്ചിയൻ തലസ്ഥാനത്തിനടുത്തുള്ള ഒരു മൈതാനത്ത് ഒന്നാമത്തെ മിർച്ചയുടെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണയും വലാച്ചിയൻ രാജാവ് മിർച്ച ഉസ്മാനിയൻ സൈന്യത്തെ നേരിടാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് തന്റെ സൈന്യത്തെ തലസ്ഥാനത്തിന് തെക്കുള്ള ചതുപ്പ് നിലങ്ങളിലേക്ക് വിന്യസിച്ചു. സുൽത്താൻ ബായാസിദ് തന്റെ സൈന്യത്തെ യുദ്ധക്കളത്തിൽ വിന്യസിച്ചപ്പോൾ ഈ മൈതാനം ഉസ്മാനികൾക്ക് എത്രത്തോളം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ചതുപ്പ് നിലമായതിനാൽ സുൽത്താന്റെ കുതിരപ്പട ഇവിടെ പൂർണ്ണമായും നിഷ്ഫലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉസ്മാനിയൻ സൈന്യം അവസാന യുദ്ധത്തിനായി യുദ്ധക്കളത്തിലുണ്ടായിരുന്നു. സുൽത്താൻ ബായാസിദ് തന്റെ കേന്ദ്ര കാലാൽപ്പടയോട് ആക്രമിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ കടുത്ത പോരാട്ടം തുടങ്ങി.
ഈ യുദ്ധം ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു. ഉസ്മാനികൾ കഠിനമായി ശ്രമിച്ചിട്ടും വലാച്ചിയൻ കാലാൽപ്പഴയെ പിന്നോട്ടു പോകാൻ നിർബന്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയത്ത് ഉസ്മാനികൾ വലാച്ചിയൻ കെട്ട അമ്പുകൾക്ക് ഇരയായി. നിരവധി ഉസ്മാനിയൻ സൈനികർ യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ചെറുത്തുനിൽപ്പിനിടയിൽ 2 കാലാൽ സൈനികർ അവിടെ വെച്ച് തന്നെ രക്തസാക്ഷികളായി. ഈ സാഹചര്യം കണ്ടപ്പോൾ സുൽത്താൻ തന്റെ സഖ്യകക്ഷികളോടും യുദ്ധത്തിൽ ചേരാൻ ഉത്തരവിട്ടു. ക്രിസ്ത്യൻ സഖ്യകക്ഷികൾ സുൽത്താന്റെ ഭാഗത്തുനിന്ന് ശത്രുവിനെ ആക്രമിച്ചു. എന്നാൽ യുദ്ധക്കളം ഇപ്പോഴും വലാച്ചിയൻ സൈന്യത്തിന്റെ അനുകൂലമായിരുന്നു. കാരണം വലാച്ചിയയിലെ രാജാവിന്റെ ഉത്തരവനുസരിച്ച് ഉസ്മാനിയൻ സൈന്യത്തെ നേരിടാൻ തങ്ങളുടെ പ്രദേശങ്ങളിൽ കിടങ്ങുകൾ കുഴിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഉസ്മാനികളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുവന്നു. ഇങ്ങനെ ഉസ്മാനിയൻ സൈന്യത്തിന്റെ എണ്ണം കുറയാൻ തുടങ്ങി. കാരണം ഉസ്മാനിയൻ മൃതദേഹങ്ങൾ വലാച്ചിയുടെ ചതുപ്പുനിലങ്ങളിൽ ചുറ്റും ചിതറിക്കിടക്കുകയായിരുന്നു. ഈ യുദ്ധത്തിൽ സുൽത്താന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്ന യൂറോപ്യൻ സഖ്യകക്ഷികളായ 2 സെർബിയൻ ഭരണാധികാരികളും വലാച്ചിയൻ സൈന്യത്തിന്റെ കൈകളിലാൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ സുൽത്താൻ ബായാസിദ് ചതുപ്പുനിലത്തെ ശത്രുവുമായി പോരാടുന്നത് വിഡ്ഢിത്തവും നിഷ്ഫലവുമാണെന്ന് തീരുമാനിച്ചു. അതിനാൽ കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സുൽത്താൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാൻ ഉത്തരവിട്ടു. അങ്ങനെ ഒരിക്കൽ കൂടി വലാച്ചിയയ്ക്കെതിരായ സുൽത്താൻ ബായാസിദിന്റെ സൈനിക നീക്കം ഉപേക്ഷിക്കപ്പെട്ടു. റോവേൻ യുദ്ധത്തിൽ ഉസ്മാനികൾക്ക് കടുത്ത തോൽവി നേരിട്ടു. അതേസമയം വലാച്ചിയൻ രാജാവ് 1-ാമത്തെ മിർച്ചയ്ക്ക് വലിയ വിജയം ലഭിച്ചു. എങ്കിലും റോവേൻ യുദ്ധത്തിനു ശേഷം ഉസ്മാനികൾക്ക് എല്ലാം അവസാനിച്ചിരുന്നില്ല. യുദ്ധത്തിനു ശേഷമുള്ള മാസങ്ങളിൽ വലാച്ചിയൻ രാജാവ് 1-ാമത്തെ മിർച്ചയുടെ ജനപ്രീതി വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഉസ്മാനികൾക്കെതിരായ അദ്ദേഹത്തിന്റെ ദീർഘകാല പോരാട്ടം രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് വലിയ നാശമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ജനം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗർഭാർ എതിരാളിയായ വ്ളാഡ് 1-ാമൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. മിർച്ച 1-ാമൻ ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവിന്റെ അടുത്തേക്ക് പോയി. ഇവിടെ വലാച്ചിയുടെ പുതിയ ഭരണാധികാരി വ്ളാഡ് 1-ാമൻ സുൽത്താൻ ബായാസിദിന്റെ ഭരണം അംഗീകരിച്ചു. അദ്ദേഹം വലാച്ചിയയെ കുരിശുയുദ്ധ സഖ്യത്തിൽ നിന്ന് വേർപെടുത്തി സുൽത്താൻ ബായാസിദിന് വാർഷിക കപ്പ നൽകാൻ തുടങ്ങി. യുദ്ധക്കളത്തിൽ സുൽത്താൻ ബായാസിദ് പരാജയപ്പെട്ടെങ്കിലും നയതന്ത്രത്തിലൂടെ അദ്ദേഹം വലാച്ചിയയെ ഒസ്മാനിയ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തി. ഈ മികച്ച തന്ത്രത്തിലൂടെ സുൽത്താൻ വലാച്ചിയയെ തന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തിയതു മാത്രമല്ല, തന്റെ വടക്കൻ അതിർത്തികളും സുരക്ഷിതമാക്കി. ഇപ്പോൾ ഒസ്മാനിയൻ സുൽത്താൻ തന്റെ ശ്രദ്ധ ബാൽക്കനിലേക്ക് മാറ്റി. കാരണം കുരിശുയുദ്ധ യുദ്ധത്തിനു മുൻപ് ഈ മേഖലയിലെ തന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഡാന്യൂബ് നദി കടന്നതിനുശേഷം സുൽത്താന്റെ ഉത്തരവനുസരിച്ച് ഒസ്മാനിയൻ സൈന്യം നിക്കോപോളിസ് കോട്ട ഉപരോധിച്ചു. അത് സാർ ഇവാൻ ഷിഷ്മാന്റെ കൈവശമായിരുന്നു. സുൽത്താൻ മുറാദ് 1-ാമന്റെ കാലത്ത് നിരവധി ഉസ്മാനിയൻ സൈന്യങ്ങൾ ഈ കോട്ട ഉപരോധിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ വിജയിച്ചില്ല. എന്നിരുന്നാലും ഇത്തവണ ഉപരോധത്തിന് ഉസ്മാനികളുടെ പക്കൽ കൂടുതൽ വിഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറുത്തുനിൽപ്പിന് ശേഷം നിക്കോപോളിസ് സുൽത്താൻ ബായാസിദിന്റെ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങി. അങ്ങനെ ബൾഗേറിയയിലെ ഈ പ്രധാന കോട്ട ഉസ്മാനിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഉപരോധത്തിന് തൊട്ടുപിന്നാലെ സുൽത്താൻ ബൾഗേറിയയിലെ സാർ ഇവാൻ ഷിഷ്മാനെ തടവിലാക്കി. പിന്നീട് അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഇവാൻ ഷിഷ്മാന്റെ സാമ്രാജ്യം അവസാനിപ്പിച്ച ശേഷം ഉസ്മാനിയൻ സുൽത്താൻ തന്റെ സെർബിയൻ പ്രദേശങ്ങളുടെ തെക്കോട്ട് മുന്നേറാൻ തുടങ്ങി. റൊവായൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 2 സെർബിയൻ ഭരണാധികാരികൾക്ക് സന്തതികളില്ലായിരുന്നു. അതിനാൽ സുൽത്താൻ ആദ്യം അവരുടെ 2 രാജ്യങ്ങളെയും തന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ വുക് ബ്രാങ്കോവിച്ചിന്റെ ഊഴമായിരുന്നു. റൊവായൻ യുദ്ധത്തിൽ ഉസ്മാനിയൻ സുൽത്താന് സൈന്യം നൽകാൻ അദ്ദേഹം വിസമ്മതിക്കുകയോ മാത്രമല്ല, സുൽത്താന്റെ സേവനത്തിൽ ഹാജരാവുകയും ചെയ്തില്ല. താമസിയാതെ വുക് ബ്രാങ്കോവിച്ചിന്റെ പിടികൂടി സുൽത്താൻ ബായാസിദിന്റെ ഉത്തരവനുസരിച്ച് തടവറയിലിട്ടു. അങ്ങനെ 2 വർഷം ഉസ്മാനിയൻ തടവറയിൽ കഴിഞ്ഞതിനുശേഷം ചില കാരണങ്ങളാൽ വുക് ബ്രാങ്കോവിച്ച് മരിച്ചു. അങ്ങനെ 1395 ക്രിസ്താബ്ദം സുൽത്താൻ ബായാസിദിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായിരുന്നു. കുരിശുയുദ്ധങ്ങൾ തുടങ്ങുന്നതിന് ഏകദേശം 12 മാസം മുമ്പ് ഉസ്മാനിയൻ സുൽത്താൻ ബായാസിദ് ബാൾക്കനിൽ തന്റെ ശക്തി എങ്ങനെ ശക്തിപ്പെടുത്തിയെന്ന് ക്രിസ്ത്യാനികൾ കണ്ടു. ഇപ്പോൾ
ഉസ്മാനിയൻ സുൽത്താൻ ഡാന്യൂബ് കടന്ന് പ്രധാന നഗരങ്ങളായ വേർഡൻ, നിക്കോപോളിസ്, സിസെക് എന്നിവിടങ്ങളിൽ നിയന്ത്രണം സ്ഥാപിച്ചിരുന്നു. വളാച്ചിയ കുരിശുയുദ്ധ സഖ്യത്തിൽ നിന്ന് സ്വയം വേർപെടുത്തി ഉസ്മാനികളുടെ സഖ്യകക്ഷിയായി മാറി. എന്നിരുന്നാലും ഈ വിജയങ്ങൾക്ക് ശേഷം അടുത്ത വർഷം, അതായത് 1396 ക്രിസ്താബ്ദത്തിൽ സുൽത്താൻ ബായാസീദിന് തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടേണ്ടി വന്നു. ഉസ്മാനികളുടെ യൂറോപ്പിലെ വളർച്ച തടയാൻ യൂറോപ്പ് മുഴുവൻ ഉസ്മാനികൾക്കെതിരെ ഒറ്റക്കെട്ടായി ഇറങ്ങി. ഈ ക്രിസ്ത്യാനികൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് യൂറോപ്പിൽ നിന്ന് ഉസ്മാനികളെ പുറത്താക്കാൻ ശപഥം ചെയ്തിരുന്നു. അങ്ങനെ ഉസ്മാനികളും കുരിശുയുദ്ധക്കാരും തമ്മിൽ നിക്കോപോളിസിൽ യുദ്ധം നടന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉസ്മാനികളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്ന നിക്കോപോളിസ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കും. കൊസോവോ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ഉസ്മാനികൾക്ക് യൂറോപ്യന്മാരുമായി ഇത്രയും വലിയ യുദ്ധം നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. എന്നാൽ 1396 ക്രിസ്താബ്ദത്തിൽ നടന്ന നിക്കോപോളിസ് യുദ്ധം ക്രിസ്ത്യൻ ലോകത്തിന്റെ അന്നത്തെ ഏറ്റവും വലിയ സഖ്യസൈന്യങ്ങളിലൊന്നായിരുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം യൂറോപ്പിൽ നിന്ന് ഉസ്മാനികളെ പുറത്താക്കുകയും എദിർനയിൽ കുരിശുയുദ്ധ പതാക ഉയർത്തുകയുമായിരുന്നു. കാരണം ബാൾക്കനിലെ ഉസ്മാനിയൻ സാമ്രാജ്യത്തിന്റെ സാന്നിധ്യം യൂറോപ്പിലെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു. നമ്മൾ നിക്കോപോളിസ് യുദ്ധം പരിശോധിക്കും. യൂറോപ്പ് മുഴുവൻ ഉസ്മാനികൾക്കെതിരെ ഒറ്റക്കെട്ടായി എദിർനയിലേക്ക് നീങ്ങിയപ്പോൾ ഉസ്മാനികൾ അവസാനത്തെ കുരിശുയുദ്ധ യുദ്ധത്തെ എങ്ങനെ നേരിട്ടു? തുടക്കത്തിൽ ഉസ്മാനിയൻ സാമ്രാജ്യത്തിന്റെ യൂറോപ്പിലെ ഏറ്റവും വലിയ ശത്രുവായ ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവ് കുരിശുയുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ഏകദേശം 2 വർഷം കഴിഞ്ഞ് സിഗിസ്മണ്ട് ചക്രവർത്തി കുരിശുയുദ്ധ സൈന്യവുമായി ഉസ്മാനിയൻ സുൽത്താൻ ബായാസിദിന്റെ സൈന്യത്തെ നേരിടാൻ തയ്യാറായി. 1396 ക്രിസ്താബ്ദത്തിലെ വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ കുരിശുയുദ്ധ സൈന്യം ഹംഗറിയിലെ തലസ്ഥാനമായ ബുഡയിൽ നിന്ന് മുന്നേറാൻ തുടങ്ങി. ഡാന്യൂബ് നദിയുടെ ഇടതു തീരത്തുകൂടെ അവർ തെക്കോട്ട് നീങ്ങി. ഈ കുരിശുയുദ്ധ സൈന്യം തങ്ങളുടെ ധൈര്യത്തിന്റെ ലഹരിയിൽ അത്രത്തോളം മതിമറന്നിരുന്നു. ആകാശം വീണാൽ പോലും അവർ തങ്ങളുടെ കുന്തങ്ങളുടെ മുനകൊണ്ട് അതിനെ തടയും എന്നവർ അവകാശപ്പെട്ടിരുന്നു. സിഗിസ്മണ്ട് ചക്രവർത്തി തന്റെ രാജ്യത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സൈന്യത്തെയും ശേഖരിച്ചു. ഹംഗറിയിലെ സിഗിസ്മണ്ട് രാജാവ് ഇവിടെ ബൾഗേറിയ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു പദ്ധതി ഉണ്ടാക്കി. പദ്ധതി ഇതായിരുന്നു: വളാച്ചിയ കീഴടക്കിയാൽ 2 നേട്ടങ്ങൾ ലഭിക്കും. ഒന്ന്, ഉസ്മാനികൾക്കെതിരെ തുറന്ന യുദ്ധം ചെയ്യാൻ ഇത് സഹായിക്കും. രണ്ടാമത്, അവരുടെ പിന്നാമ്പുറം സുരക്ഷിതമാകും. മൂന്നാമത്തെ പ്രധാന കാരണം, കുരിശുയുദ്ധ സൈന്യത്തിന് വളാച്ചിയുടെ ഭാഗത്തുനിന്ന് ഭക്ഷണവും സൈനിക സഹായവും ലഭിക്കും. തെക്കോട്ട് നീങ്ങുന്ന പ്രധാന അതിർത്തി സേനയോടൊപ്പം സിഗിസ്മണ്ട് ചക്രവർത്തി വളാച്ചിയെ കീഴടക്കാൻ വളാച്ചയുടെ മുൻ ചക്രവർത്തി മിർച്ചിയ ഒന്നാമന്റെ കീഴിൽ ഒരു ചെറിയ കുരിശുയുദ്ധ സൈന്യത്തെ അയച്ചു. കാരണം ഈ പ്രദേശം പിടിച്ചെടുക്കുന്നത് സിഗിസ്മണ്ടിന് ഡാന്യൂബ് നദിയുടെ വടക്കൻ തീരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകും. ഇത് വരും ദിവസങ്ങളിൽ ഉസ്മാനിയുടെ നിയന്ത്രണത്തിലുള്ള ബൾഗേറിയയെ ആക്രമിക്കാൻ പ്രധാന പങ്ക് വഹിക്കും. ഈ സമയത്ത് യൂറോപ്പിൽ കുരിശുയുദ്ധ സൈന്യം ഉസ്മാനിയൻ അതിർത്തിക്ക് വളരെ അടുത്തായിരുന്നപ്പോൾ ഏജിയൻ കടലിൽ ജനോവ, വെനീസ് നൈറ്റ്സ് ഹോസ്പിറ്റലേഴ്സിന്റെ സംയുക്ത കുരിശുയുദ്ധ നാവികസേന ഏജിയൻ കടലിൽ അവരുടെ നാവിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഫലമായി ഏജിയൻ കടലിലെ ഉസ്മാനിയൻ കപ്പലുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടൊപ്പം കുരിശുയുദ്ധ നാവികസേന ബോസ്ഫോറസും ദാർദനേൽസും കുരിശുയുദ്ധ നാവിക കപ്പലുകൾക്ക് അടച്ചു. ഇവിടെ നിന്ന് കുരിശുയുദ്ധ നാവികസേന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഉപരോധം തകർത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനലയ്ക്ക് സാധനങ്ങൾ എത്തിച്ചു. ഇവിടെ നിന്ന് ഈ നാവികസേന കരിങ്കടലിലൂടെ ഡാന്യൂബ് നദിയിലേക്ക് പോയി കേന്ദ്ര കുരിശുയുദ്ധ സൈന്യവുമായി ചേരാനായി. ഇവിടെ പടിഞ്ഞാറ് ഷ്വാസിഗിഷ്ബന്റിന് കീഴിലുള്ള കേന്ദ്ര കുരിശുയുദ്ധ സൈന്യം തീരപ്രദേശത്തുകൂടെയും മലയിടക്കിലൂടെ മുന്നേറി ബായാസീദിന്റെ ഒരു അടിമരാജ്യമായ വർഡനിൽ പ്രവേശിച്ചു. കുരിശുയുദ്ധ സൈന്യം ഡാന്യൂബ് നദി കടന്ന് ഏകദേശം 8 ദിവസത്തിനു ശേഷം വർഡനിലെ ആളുകൾ തങ്ങളുടെ നഗരത്തിന്റെ വാതിലുകൾ കുരിശുയുദ്ധ സൈന്യത്തിനായി തുറന്നുകൊടുത്തു. അതിനുശേഷം കുരിശുയുദ്ധ സൈന്യം നഗരത്തിൽ പ്രവേശിച്ച് നഗരത്തിലെ ഉസ്മാനിയൻ സൈനികരെ കൂട്ടക്കൊല ചെയ്തു. ഈ രക്തരൂക്ഷിത സംഭവത്തിനു ശേഷം കുരിശുയുദ്ധ സൈന്യത്തിന്റെ ഒരു ഭാഗം ബൾഗേറിയയിൽ മുന്നേറ്റം തുടർന്നു. എന്നാൽ കേന്ദ്ര കുരിശുയുദ്ധ സൈന്യം പ്രാദേശിക മേഖലകളിൽ അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ തുടർന്നു. ഇവിടെ വലാച്ചിയുടെ തലസ്ഥാനമായ ആർഗസിൽ മിർച്ച ഒന്നാമൻ കുരിശുയുദ്ധ സൈന്യത്തിന്റെ സഹായത്തോടെ വ്ളാഡ് ഒന്നാമനെ പരാജയപ്പെടുത്തി. അദ്ദേഹം വലാച്ചിയ വീണ്ടും പിടിച്ചെടുത്തു. തോൽവിക്കു ശേഷം വ്ളാഡ് ഒന്നാമൻ തന്റെ കുടുംബത്തോടും ചെറിയ സൈന്യത്തോടുമൊപ്പം സുൽത്താൻ ബായാസീദിന്റെ അടുത്തേക്ക് പോയി. ഇതിനുശേഷം കുരിശുയുദ്ധ സൈന്യത്തിന്റെ സഖ്യകക്ഷിയായ മിർച്ച ഒന്നാമൻ ഡാന്യൂബ് നദി വരെ കുരിശുയുദ്ധ സൈന്യത്തിന് പ്രവേശനം നൽകി.
എങ്കിലും ഈ വിജയങ്ങൾ കുരിശുയുദ്ധ സൈന്യത്തിന് അത്ര പ്രധാനമായിരുന്നില്ല. അവർ യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ ലക്ഷ്യമിട്ടത് ഇതിനേക്കാൾ വലുതായിരുന്നു. ഓവേഡിന്റെ വിജയത്തിനു ശേഷം സിഗിസ്മണ്ട് ചക്രവർത്തിയുടെ കുരിശുയുദ്ധ സൈന്യം വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളെ നന്നായി കൊള്ളയടിച്ചു. ഇവിടെ നിന്ന് കുരിശുയുദ്ധ സൈന്യം ഡാന്യൂബ് നദിയോരത്തുകൂടി പടിഞ്ഞാറോട്ട് മുന്നേറി ശക്തമായ കോട്ടകെട്ടിയ ഓറിയോവോ പട്ടണത്തിലെത്തി. ഇവിടെ കുരിശുയുദ്ധ സൈന്യത്തിന്റെ എണ്ണം കണ്ടപ്പോൾ പട്ടണത്തിലെ മുസ്ലിം ജനത തങ്ങളുടെ ജീവന് പകരമായി ക്രിസ്ത്യാനികളുടെ മുന്നിൽ കീഴടങ്ങണമെന്ന് കരുതി. അതിനാൽ അവർ സിഗിസ്മണ്ട് ചക്രവർത്തിയോട് തങ്ങളുടെ ജീവന് പകരമായി ക്രിസ്ത്യാനികളുടെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് അപേക്ഷിച്ചു. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഹംഗറിയിലെ ചക്രവർത്തി മുസ്ലിങ്ങളുടെ ഈ വാഗ്ദാനം സ്വീകരിച്ചു. എന്നാൽ മുസ്ലിങ്ങൾ കീഴടങ്ങിയതിനു ശേഷം കുരിശുയുദ്ധ സൈന്യത്തിന്റെ ഫ്രഞ്ച് വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. അവർ സമാധാന വ്യവസ്ഥകൾ അവഗണിച്ച് പ്രാദേശിക ഉസ്മാനിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടെ ഈ 3 വിഭാഗങ്ങളെയും കൊന്നൊടുക്കി. ഇവിടെ നിന്ന് കുരിശുയുദ്ധ സൈന്യം നിക്കോപോളിസിന്റെ ഏറ്റവും ശക്തമായ കോട്ടയുടെ അടുത്തേക്കെത്തി. അവിടെ ഉസ്മാനിയൻ സൈന്യത്തിന്റെ നേതൃത്വം ശക്തനായ ഉസ്മാനിയൻ കമാൻഡർ ദോഗാൻ ബേയുടെ കൈകളിലായിരുന്നു. ഈ കോട്ട ഡാന്യൂബിന്റെ തീരത്തുള്ള ഒരു ഉയർന്ന സ്ഥലത്താണ് നിർമ്മിച്ചിരുന്നത്. വലാച്ചിയിലേക്ക് പോകാൻ ഉസ്മാനികൾക്കിതൊരു പ്രധാന സ്ഥലമായിരുന്നു. അങ്ങനെ 1396 ക്രിസ്താബ്ദത്തിലെ സെപ്റ്റംബർ ആദ്യ ആഴ്ചകളിൽ കുരിശുയുദ്ധ സൈന്യം നിക്കോപോളിസിന്റെ ഏറ്റവും ശക്തമായ കോട്ട ഉപരോധിക്കാൻ തുടങ്ങി. കുരിശുയുദ്ധ സൈന്യം ജീവനു പകരമായി ഉസ്മാനിയൻ സൈന്യത്തോട് കീഴടങ്ങാൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇത്തവണ ഉസ്മാനികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം അവർക്ക് വാർഡൻ, ഓറിയോവോ പട്ടണങ്ങളിൽ തുർക്ക് സൈനികരെയും മുസ്ലിങ്ങളെയും കൊന്ന വാർത്തകൾ ലഭിച്ചിരുന്നു. നിക്കോപോളിസിലെ ഉസ്മാനിയൻ വിഭാഗം കീഴടങ്ങില്ലെന്ന് കണ്ടപ്പോൾ കുരിശുയുദ്ധ സൈന്യം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഉപരോധം കൂടുതൽ ശക്തമാക്കി. അവർ സ്ഫോടക വസ്തുക്കളും സ്ഥാപിച്ചു. അതേസമയം വലാച്ചിയുടെ ഭാഗത്തുനിന്ന് ഭക്ഷണവും സൈനിക സഹായവും കുരിശുയുദ്ധ നാവികസേന വഴി ഡാന്യൂബ് നദിയിലേക്ക് എത്തിത്തുടങ്ങി. ഈ സമയത്ത് കുരിശുയുദ്ധ സൈന്യം ഉസ്മാനിയൻ അതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ സുൽത്താൻ ബായാസിദ് കോസ്റ്റാന്റിനിയുടെ ഉപരോധം വ്യക്തിപരമായി നിരീക്ഷിക്കുകയായിരുന്നു. നിക്കോപോൾസ് കോട്ടയുടെ ഉപരോധത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം കുരിശുയുദ്ധ സൈന്യത്തെ നേരിടാൻ കൊസ്റ്റാന്റിനയിൽ നിന്ന് നേരിട്ട് പുറപ്പെട്ടു. അദ്ദേഹം തന്റെ സൈന്യത്തെ ഒത്തുകൂടാൻ ഉത്തരവിട്ടു. ബാൾക്കനിലെ തന്റെ സഖ്യകക്ഷിയായ സ്റ്റെഫാൻ ലാസാറെ തന്റെ സൈന്യത്തോടൊപ്പം പ്ലോവ്ഡീവിൽ വിളിച്ചുവരുത്തി. സുൽത്താന്റെ പദ്ധതി ഇതായിരുന്നു: തന്റെ സൈന്യത്തെ ഒത്തുകൂടിയ ശേഷം ബാൾക്കൻ പർവ്വതങ്ങളുടെ പിന്നിൽ കുരിശുയുദ്ധ സൈന്യവുമായി പോരാടുക. ഇവിടെ പ്രാഥമിക തയ്യാറെടുപ്പുകൾക്ക് ശേഷം സുൽത്താൻ ബായാസിദ് സെപ്റ്റംബർ തുടക്കത്തിൽ കൊസ്റ്റാന്റിനയുടെ ഉപരോധം തുടരാൻ ഒരു ചെറിയ സൈന്യത്തെ അവിടെ നിർത്തി. അതേസമയം സുൽത്താൻ തന്നെ 20,000 പേരടങ്ങുന്ന ശക്തമായ ഉസ്മാനിയൻ സൈന്യത്തുമായി സിഗിസ്മണ്ടിന്റെ സൈന്യത്തെ നേരിടാൻ വടക്കോട്ട് പുറപ്പെട്ടു. ഇവിടെ സുൽത്താൻ ബായാസിദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സൈന്യത്തെ ഒത്തുകൂടാൻ 6 ആഴ്ചയും ഇഡിർനയിൽ നിന്ന് ഡാന്യൂബ് നദിയിലേക്ക് യാത്ര ചെയ്യാൻ 3 ആഴ്ചയും എടുക്കുമായിരുന്നു. എന്നാൽ സുൽത്താൻ ബായാസിദ് ജൽദർശനിയായിരുന്നു. ഇടിമിന്നൽ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ സുൽത്താൻ തന്റെ ഇടിമിന്നൽ എന്ന വിളിപ്പേരിനെ നീതി പുലർത്തി. 9 ആഴ്ചത്തെ യാത്ര അദ്ദേഹം വെറും 2 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കി. സുൽത്താൻ കുരിശുയുദ്ധ സൈന്യത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കുരിശുയുദ്ധക്കാർക്ക് വഴിമുട്ടി. കാരണം സുൽത്താൻ ബായാസിദ് ജൽദർശനി ഇത്രയും വേഗത്തിലെത്തുമെന്നവർ പ്രതീക്ഷിച്ചിരുന്നില്ല. സെപ്റ്റംബർ 24-ന് ഉസ്മാനിയൻ സുൽത്താൻ നിക്കോപോളിസിൽ നിന്ന് ഏതാനും കിലോമീറ്റർ തെക്ക് തന്റെ യുദ്ധക്യാമ്പ് സ്ഥാപിച്ചു. ഇവിടെ എത്തിയ ശേഷം ഉസ്മാനിയൻ ആചാരമനുസരിച്ച് സുൽത്താൻ ബായാസിദ് തന്റെ കുതിരപ്പുറത്ത് നിക്കോപോളിസ് കോട്ടയുടെ പുറത്തെത്തി. അദ്ദേഹം കോട്ടയുടെ മതിലിൽ നിൽക്കുന്ന ഉസ്മാനിയൻ കമാൻഡർ ദോഗാൻ ബേയെ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കുരിശുയുദ്ധ സൈന്യത്തെ കീറിമുറിക്കുമെന്നവരോട് വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ കുരിശുയുദ്ധ സൈന്യം 2 ഭാഗത്തുനിന്നും ചുറ്റപ്പെട്ടിരുന്നു. ഒരു ഭാഗത്തുനിന്ന് ബായാസിദ് ജൽദർശനിയുടെ നേതൃത്വത്തിലുള്ള ഉസ്മാനിയൻ സൈന്യവും മറ്റൊരു ഭാഗത്തുനിന്ന് ഉസ്മാനിയൻ സൈന്യം ഉണ്ടായിരുന്ന നിക്കോപോളിസിന്റെ ഏറ്റവും ശക്തമായ കോട്ടയുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 24-ന് വൈകിട്ട് കുരിശുയുദ്ധ സൈന്യം അടുത്ത ദിവസം ഉസ്മാനികളെ എങ്ങനെ നേരിടണമെന്ന് തീരുമാനിക്കാൻ ഒരു യുദ്ധസമിതി വിളിച്ചു. ഇവിടെ ഉസ്മാനികളുമായി യുദ്ധം ചെയ്ത പരിചയമുള്ള ഹംഗറിയിലെ രാജാവ് ആദ്യ നിരയായി ട്രാൻസിൽവേനിയയിൽ മിർച്ച 1-ാമൻ തന്റെ സൈന്യവുമായി മുന്നിലുണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. കാരണം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ ബായാസിദ് ജൽദർശനെ 2 തവണ തോൽപ്പിച്ച് അദ്ദേഹം ഉസ്മാനികളുമായി യുദ്ധം ചെയ്ത പരിചയമുള്ളയാളായിരുന്നു.
അവരുടെ പിന്നിൽ യൂറോപ്പിലെ സഖ്യസേനകളും അവസാനം ഹംഗറിയുടെ സൈന്യവുമായിരിക്കണം. ഹംഗറിയിലെ ചക്രവർത്തി സിഗിസ്മണ്ടിന്റെ ഈ യുദ്ധതന്ത്രം സൈനിക വീക്ഷണത്തിൽ നിന്ന് തികച്ചും ശരിയായിരുന്നു. എന്നാൽ കുരിശുയുദ്ധ ക്യാമ്പിനുള്ളിലെ ആഭ്യന്തര ഭിന്നത കാരണം സിഗിസ്മണ്ടിന്റെ യുദ്ധതന്ത്രം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. യൂറോപ്പിലെ ഫ്രഞ്ച് കമാൻഡർമാർക്ക് സിഗിസ്മണ്ടിന്റെ ഈ പദ്ധതി ഒട്ടും ഇഷ്ടമായില്ല. ഫ്രാൻസിലെ ഫിലിപ്പ് ഓഫ് ആർട്ടോയിസ് ഇങ്ങനെ പറഞ്ഞു: ഹംഗറിയിലെ രാജാവ് ഈ യുദ്ധത്തിൽ തന്റെ ബഹുമാനത്തിനും പ്രതാപത്തിനും വേണ്ടി നമ്മളെ യുദ്ധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആദ്യനിരയിൽ നിന്ന് യുദ്ധത്തിൽ വിജയം നേടി എല്ലാ അംഗീകാരവും സ്വന്തമാക്കും. അങ്ങനെ കുരിശുയുദ്ധ ക്യാമ്പിൽ മണിക്കൂറുകളോളം നീണ്ട ബഹളത്തിനു ശേഷം ഈ യുദ്ധത്തിന് ഫ്രഞ്ച് നൈറ്റ്സ് നേതൃത്വം നൽകുമെന്ന് തീരുമാനിച്ചു. 798 ഹിജ്റയിലെ ദു അൽഖാദ 23-ന്, അതായത് 1396 സെപ്റ്റംബർ 24-ന് രാവിലെ ഉസ്മാനിയൻ കുരിശുയുദ്ധ സൈന്യങ്ങൾ യുദ്ധത്തിന് പൂർണ്ണമായും തയ്യാറായി നിന്നു. കുരിശുയുദ്ധ സൈന്യത്തിന്റെ ആദ്യ നിരയായി യൂറോപ്പിലെ സഖ്യസേനകളായ ഫ്രഞ്ചുകാരായിരുന്നു. അവരുടെ പിന്നിൽ കുരിശുയുദ്ധ കാലാൾ നൈറ്റ്സും ഏറ്റവും പിന്നിൽ ഹംഗറിയിലെ കുതിരപ്പടിയുമുണ്ടായിരുന്നു. കുരിശുയുദ്ധ സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് മിർച്ച ഒന്നാമന്റെ കാലാൽപ്പടയും വലതുഭാഗത്ത് സ്റ്റെഫൻ ലാസറിന്റെ നേതൃത്വത്തിൽ ട്രാൻസിൽവാനിയൻ സൈന്യവുമുണ്ടായിരുന്നു. നിക്കോപോളിസ് അവരോധം തുടരാൻ നിക്കോപോളിസ് കോട്ടയുടെ പുറത്ത് ഒരു ചെറിയ കുരിശുയുദ്ധ സൈന്യവുമുണ്ടായിരുന്നു. കുരിശുയുദ്ധ സൈന്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉസ്മാനിയൻ സൈന്യത്തിന് അവരുടെ കമാൻഡ് ഘടനയിൽ കൂടുതൽ കേന്ദ്രീകരണമുണ്ടായിരുന്നു. ഉസ്മാനിയൻ സൈന്യത്തിന്റെ ആദ്യ നിരയായി ഉസ്മാനിയൻ അക്കിഞ്ചി ലൈറ്റ് കുതിരപ്പടയുണ്ടായിരുന്നു. അവരെ അസബ് എന്ന് വിളിച്ചിരുന്നു. അവരുടെ പിന്നിൽ സുൽത്താൻ ബായ് യാസീദിന്റെ കാപ്കുലു സൈന്യവും അവരോടൊപ്പം യെനീച്ചിരി വിഭാഗവും ഉണ്ടായിരുന്നു. സുൽത്താൻ ബായ് യാസീദും അദ്ദേഹത്തിന്റെ മന്ത്രി ജാൻഡാർലി അലി പാഷയുമായിരുന്നു അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത്. അതേസമയം ഉസ്മാനിയൻ സൈന്യത്തിന്റെ വലതുഭാഗത്ത് തിമൂർ സിപ്പാഹികൾ ഉണ്ടായിരുന്നു. സുൽത്താന്റെ മൂത്ത മകൻ സുലൈമാൻ ജൽദർഷിനിയായിരുന്നു അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത്. ഉസ്മാനിയൻ സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് അനാറ്റോളിയൻ ഹെബി കുതിരപ്പട ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വം വഹിച്ചിരുന്നത് കാരാ തൈമൂർത്താഷ് ഭാഷയായിരുന്നു. അതേസമയം ഏറ്റവും പിന്നിൽ സ്റ്റെഫൻ ലാസറിന്റെ സെർബിയൻ നൈസായിരുന്നു. അവരുടെ നേതൃത്വം അവരുടെ രാജകുമാരൻ സ്റ്റെഫൻ ലാസർ യൂക്കയുടെ കൈകളിലായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സിഗിസ്മണ്ട് ചക്രവർത്തി മുൻകരുതൽ എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനി സംഘത്തെ നിക്കോപോളിസിന്റെ തെക്കുഭാഗത്തേക്ക് ഉസ്മാനിയൻ സ്ഥാനങ്ങളെക്കുറിച്ചറിയാൻ അയച്ചു. ബായാസിദ് കുരിശുയുദ്ധക്കാരിൽ നിന്ന് മറച്ചുവെച്ച ക്യാമ്പുകൾ കണ്ടെത്താൻ. ഈ സാഹചര്യം കാരണം യുദ്ധം 2 മണിക്കൂർ കൂടി വൈകി. ഇത് ഫ്രഞ്ചുകാരായ ആദ്യ നിരയിലെ സൈനികർക്ക് കടുത്ത ദേഷ്യമുണ്ടാക്കി. ഈ കാത്തിരിപ്പ് അവർക്ക് മരണത്തേക്കാൾ മോശമായിരുന്നു. ഇവിടെ കുരിശുയുദ്ധ സൈന്യത്തിന്റെ ആദ്യ നിരയിലെ സൈനികർ അക്ഷമരായി. അവരുടെ കമാൻഡർ ഫിലിപ്പ് ഓഫ് ആർട്ടോയിസ് തന്റെ വാൾ വായുവിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു: ദൈവത്തിന്റെയും സെയിന്റ് ജോർജിന്റെയും പേരിൽ മുന്നോട്ടു പോകുക. നിങ്ങൾ ഇന്നെന്നെ ഒരു ബാരനെപ്പോലെയും നൈറ്റിനെപ്പോലെയും യുദ്ധം ചെയ്യുന്നത് കാണും. അദ്ദേഹം പൊതുവായ ആക്രമണത്തിന് ഉത്തരവിട്ടു. ഹംഗറിയിലെ രാജാവ് സിഗിസ്മണ്ടിന് ഉസ്മാനികളുടെ യുദ്ധതത്വങ്ങളെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിന്റെ ശക്തി തകർക്കാൻ ഏറ്റവും മുന്നിൽ ക്രമരഹിതവും ചിട്ടയില്ലാത്തതുമായ സൈനിക വിഭാഗങ്ങളായിരിക്കും. യഥാർത്ഥവും ചിട്ടയുള്ള സൈന്യം അവരുടെ പിന്നിലായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തോട് ഈ ക്രമരഹിത കുതിരപ്പടയെ ആക്രമിച്ച് അവരുടെ ശക്തി പാഴാക്കരുതെന്ന് ഉപദേശിച്ചു. ചില ഫ്രഞ്ച് കമാൻഡർമാർ ഈ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ മറ്റു ചിലർ ഈ തന്ത്രം സിഗിസ്മണ്ട് ആദ്യം ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണെന്ന് കരുതി. ഹംഗറിയിലെ സൈന്യത്തിന്റെ പിന്നിൽ ഫ്രഞ്ച് സൈന്യം നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഈ ഉപദേശത്തെ എതിർത്തു. ചക്രവർത്തി അവരെ ബോധ്യപ്പെടുത്താൻ വളരെ ശ്രമിച്ചെങ്കിലും അവർ കേട്ടില്ല. അവർ പൂർണ്ണ ശക്തിയോട് തുർക്കികളുടെ ആദ്യ നിരയിൽ പതിച്ചു. ഈ പ്രാഥമിക വിജയത്തിന്റെ ലഹരിയിൽ അവർ വളരെ ദൂരം മുന്നോട്ടു പോയി. അവരുടെ ബാക്കിയുള്ള സഖ്യസേനകളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ഇവിടെ ഉസ്മാനിയൻ സൈന്യത്തിന്റെ മുന്നിൽ ഒരു കുന്നുണ്ടായിരുന്നു.